ശ്രീലേഖയെ BJP വെട്ടിനിരത്തി. വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയായേക്കും. ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടുന്നത് BJPക്കാർ മാത്രമായിരിക്കും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 3-4 മാസങ്ങൾ വീണ്ടും അവശേഷിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊരു ചിന്ത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിയുമ്പോൾ തന്നെ നേമത്ത് ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനെ നമ്മൾ മറന്നിട്ടില്ല. കഴക്കൂട്ടത്ത് ഞാനും മത്സരിച്ചോളാം എന്ന് പറഞ്ഞ V മുരളീധരനെയും നമ്മൾ മറന്നിട്ടില്ല. അപ്പോൾ ഇവരെല്ലാവരും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ്. അത് ഔദ്യോഗികമായിട്ടല്ല എങ്കിൽ കൂടിയും അനൗദ്യോഗികമായിട്ട് അത്തരത്തിലുള്ള പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ BJPയുടെ പാനലിസ്റ്റുകൾ, അതായത് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പുറത്തു വന്നു തുടങ്ങുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശ്രീലേഖയെ, നമ്മുടെ പഴയ DGPയെ, IPSകാരിയായിരുന്നല്ലോ, അവരെ ശാസ്തമംഗലം വാർഡിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു. അതിന് പിന്നിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിജയിക്കുകയും ചെയ്തു. ഒരു തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചടക്കുകയും ചെയ്തു, ഏകദേശം 50 സീറ്റുകൾ കൊണ്ട്. അങ്ങനെ ആ 50 സീറ്റുകൾ നേടി ഒരു അധികാരം നേടിയെടുക്കുവാൻ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് കഴിഞ്ഞു.